ദേശീയ ഗെയിംസിൽ സ്വർണമായി എത്തിയ താരയുടെയും ചിപ്പിയുടെയും വീട്ടിലേക്ക് പോകണമെങ്കിൽ ഏറെ കഷ്ടപ്പെടേണ്ടി വരും. കഴിഞ്ഞ തവണ ദേശീയ ഗെയിംസിൽ സ്വർണമായി എത്തിയ താരയ്ക്കും കുടുംബത്തിനും പഞ്ചായത്ത് സമ്മാനമായ വീടിന് മുറ്റം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന് പറയുകയും 1 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ റോഡിൽ കല്ല് പാകിയതൊഴികെ ഒരു നിർമ്മാണവും നടന്നിട്ടില്ല. ഇപ്പോൾ ജീപ്പ് മാത്രമേ ഇതുവഴി കടന്നു വരികയുള്ളൂ. ഈ റോഡിന് മുമ്പ് താര കുര്യൻ റോഡ് എന്ന പേരിൽ ബോർഡ് സ്ഥാപിച്ചിരുന്നു എങ്കിലും ഇപ്പോൾ പേരുമില്ല റോഡുമില്ല എന്ന സ്ഥിതിയാണുള്ളത് എന്ന് താരയുടെ മാതാവ് ഉഷ പറയുന്നു. താരാകുര്യൻ റോഡ് എന്ന പേരിൽ വഴി ഇട്ടിട്ട് ഇപ്പോൾ താരാകുര്യൻ എന്നുള്ള പേരുള്ള ബോർഡ് പോലും ഇപ്പോൾ അവിടെ ഇല്ല. നിലവിൽ ഒരു ഓട്ടോ കയറി വരുന്ന രീതിയിൽ ഈ വഴി അന്ന് ഉണ്ടാക്കി തരണമെന്നായിരുന്നു പറഞ്ഞത്. വീടിന് മുറ്റം വരെ വഴി ശരിയാക്കി തരാമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. മഴയൊക്കെ പെയ്താൽ പിന്നെ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല, ഒരു വണ്ടി കയറത്തേ ഇല്ല, ഒരു സാധനവും കൊണ്ടുവരത്തില്ല. ഇപ്പോൾ ഞങ്ങൾ തന്നെയുള്ളൂ, സണിച്ചനില്ല, ഞങ്ങൾ തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സാധനം എടുത്ത് വണ്ടിക്ക് കൊണ്ടുവരാൻ വേണ്ടി പോലും പറ്റത്തില്ല. ഈ റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി ഒരു ഓട്ടോ കയറുന്ന രീതിയിൽ ഈ വഴി ശരിയാക്കി തരണം. അടിയന്തരമായ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ അപേക്ഷ. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.